അപ്രതീക്ഷിതമായി ആരെങ്കിലും പരിശോധിക്കാൻ വന്നാൽ സ്വന്തം നിലയിൽ രക്ഷപ്പെട്ടു കൊള്ളണം. പിടിക്കപ്പെട്ടാൽ സ്വന്തം നിലയിൽ കേസിനെ അഭിമുഖീകരിക്കണം. ഇവിടെയുള്ളതല്ല എന്ന് ഞങ്ങൾ പറയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പതിവുകാരെ ആരെയും യാതൊരു വിധത്തിലും അപ്രീതിപ്പെടുത്തരുത്. അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടായാൽ ശിക്ഷ പിഴയായിരിക്കും. വരവിൽ നിന്ന് അത് കിഴിക്കും. പുരുഷന്മാരെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളണം. മദ്യപിച്ചു വരുന്നവരുണ്ട്. ദേഹോപദ്രവമേൽക്കാതെ സൂക്ഷിച്ചു കൊള്ളണം. കയറി വരുന്നവർ കാണിക്കുന്നതും പറയുന്നതുമെല്ലാമാണ് ഇവിടുത്തെ ശരി. വരുന്നവരെ മത്സരിച്ചു പിടിച്ചു കൊള്ളണം. ഒഴിഞ്ഞു നിന്നാൽ രക്ഷയില്ല. മനം മടുപ്പിക്കുന്ന അന്തരീക്ഷം. ജോലിമുറി വാർഡൻ തന്നെയാണ് കാണിച്ചത്. അവിടെയാകെ ഒരു വല്ലാത്ത മണം. പരന്ന അലൂമിനിയ പാത്രത്തിൽ വെള്ളവും അഴുക്കും, ഉപയോഗിച്ചുപേക്ഷിച്ച റബ്ബർ ഉറകളും. ചതഞ്ഞരഞ്ഞ് അടപോലെ ഒട്ടിയ കിടക്കയിൽ വിരിയില്ല. എണ്ണമയവും കറകളും പുരണ്ട തലയണ വിരിയില്ലാതെ നഗ്നമായ വൃത്തികേടിൻ്റെ അവതാരമായി കിടപ്പുണ്ട്. മുറിക്ക് ചുവരില്ല. തട്ടികമറ ആളുയരം മാത്രം. 2 മുറികൾക്കു കൂടി ഒരു ഫാൻ. പെട്ടി കട്ടിലിൻ്റെ ചുവട്ടിലേക്ക് നീക്കി വച്ചു. കരയണമെന്ന് തോന്നി. ചുണ്ട് കടിച്ച് കരച്ചിലമർത്തി. മുറി സ്വയം വൃത്തിയാക്കിക്കൊള്ളണമെന്നാണ് അടുത്ത കൽപ്പന. സ്വന്തം ചെലവിൽ വൃത്തിയാക്കുകയാണെങ്കിൽ അങ്ങനെയും ആകാം. ഉച്ചഭക്ഷണം കഴിച്ചു വിശ്രമിച്ചു കൊള്ളാൻ അനുമതി നൽകി വാർഡൻ പോയി. കുളിച്ച് ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ കച്ചവടത്തിൻ്റെ മറ്റൊരു സ്വഭാവം മനസ്സിലായി. പരിപ്പ് വെള്ളവും പരുപരുത്ത മാവുകൊണ്ടുള്ള ചപ്പാത്തിയുമാണ് സാദാ ഭക്ഷണം. അതിന് 3 ഉറുപ്പിക. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ സ്പെഷ്യൽ വിശപ്പ് മാറുമ്പോഴേക്ക് 10-15 ഉറുപ്പിക ബില്ല്. അത് കണക്കിൽ എഴുതുന്നു. ചായയും കാപ്പിയും എല്ലാം കണക്കിൽ എഴുതുന്നു. അവയ്ക്കെല്ലാം മാർക്കറ്റിലുള്ളതിൻ്റെ ഇരട്ടി വില. അടുത്തിരുന്ന ഒരുത്തി പറഞ്ഞു, തിന്നുകൊള്ളൂ. തിന്നാതിരുന്നാലും കണക്കു തന്നെ. ഒന്നും തന്നെ ബാക്കി കാണില്ല. കാശ് പല വഴിക്കും ചോർന്നു പോകും. കാണാൻ ചന്തം കുറഞ്ഞവരും പ്രായക്കൂടുതലുള്ളവരും രുക്മിണിയെ പകയോടെ നോക്കി. അവരുടെ ചാൻസുകൾ കൂടുതൽ കുറയാൻ പോകുകയാണ്. കൂടെയിരുന്ന് ഊണ് കഴിക്കുന്ന പുരുഷന്മാർ ദല്ലാൾമാരാണ്. അവരുടെ ബില്ലുകളും സ്ത്രീകളുടെ കണക്കിലെഴുതി വയ്ക്കുന്നു. ദല്ലാൾമാരെ പ്രീണിപ്പിക്കാൻ സ്ത്രീകൾ പരസ്പരം മത്സരിക്കുകയാണ്. തെരുവിൽ വലവീശുന്നവരാണ്. 2 സ്ത്രീകൾ തമ്മിൽ ഒരു ദല്ലാളിനു വേണ്ടി വഴക്കടിക്കുന്നത് കണ്ടു.